Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ MacOS 13.4 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 1.59 GB എൻ്റെ MacBook M1 എയറിൽ വന്നിരിക്കുന്നത്. ഇത് ഓരോ ഡിവൈസിലും ഓരോ സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ഒരു MacOS 13.4 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതോടൊപ്പം നമ്മുടെ ആപ്പിൾ ഈ പറയുന്ന എല്ലാ OSും ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. ഈ ഒരു MacOS 13.4ൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തുടക്കം തന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന ആപ്പിൾ ലോഗോയിൽ ടാപ്പ് ചെയ്യുക, എബൌട്ട് ദിസ് മാക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു MacOS Ventura ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബിൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും. MacOS 13.4 22F66 ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ നമ്പർ. നമുക്ക് MacOS Venturaക്ക് 3 RC റിലീസ് ഉണ്ടായിരുന്നു. ആ മൂന്നാമത്തെ RC റിലീസിൻ്റെ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. ആ ഒരു ബിൽ നമ്പറിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ആദ്യത്തെ മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ ന്യൂസിലാണ്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ ഒരു ന്യൂസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പല ആക്ടിവിറ്റീസും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ന്യൂസിൽ സ്പോർട്സ് സെക്ഷൻ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ റീജിയനിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഡിവൈസ് അമേരിക്കൻ ഡിവൈസ് ആയതുകൊണ്ടും ഞാൻ കൺട്രി കുറച്ച് നാളത്തേക്ക് അമേരിക്ക ഇട്ടുകൊണ്ടുമാണ് എനിക്ക് ആപ്പിൾ ന്യൂസ് കിട്ടിയത്. നമ്മുടെ ഡിവൈസ് ഇന്ത്യൻ ആണ്. നമ്മുടെ ഡിവൈസിലിട്ടുന്ന ലൊക്കേഷൻ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് ആപ്പിൾ ന്യൂസ് ലഭിക്കുന്നതല്ല. ഇനി ആപ്പിൾ ന്യൂസിൽ വന്ന മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോർട്സ് സെക്ഷനാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ മൈ സ്പോർട്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷനിൽ നമുക്ക് കുറേയധികം നമ്മുടെ ഫേവറേറ്റ്സ് ആയ ടീമും സ്പോർട്സും സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കാണുന്നത് ആക്ച്വലി ഒരു ശരിക്കും ഓപ്ഷൻസ് ആണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഗെയിംസിൻ്റെ സ്കോറുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ TVയിലേക്ക് റീഡയറക്റ്റ് ആവുകയും ഈ ഒരു ഗെയിംസ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു ആപ്പിൾ ന്യൂസിൽ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന അടുത്ത ബഗ് ഫിക്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നേരെ ഈ പറഞ്ഞ ടച്ച് ID ആൻഡ് പാസ്വേഡിലേക്ക് പോവുക. ഇവിടെ നമ്മുടെ ആപ്പിൾ വാച്ച് വെച്ച് MacBook അൺലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അപ്ഡേഷനിലേക്ക് നമുക്ക് ഈ ഒരു വാച്ച് വെച്ച് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടും ആ ഒരു അൺലോക്കിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അൺലോക്കിങ് ചെയ്യുകയാണെങ്കിലും കുറച്ചധികം ലേറ്റൻസി നമ്മുടെ ഡിവൈസിൽ വരുമായിരുന്നു. പക്ഷേ MacOS 13.4 ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന അടുത്ത ബഗ് ഫിക്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂടൂത്തിലാണ്. ബ്ലൂടൂത്തിൽ നമുക്ക് ഈ പറയുന്ന ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. കാരണം കുറേയധികം ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ മാജിക് കീബോർഡ്, മാജിക് മൗസ്, ട്രാക്ക് പാഡ് എന്നീ പറഞ്ഞ ആപ്പിൾ തന്നെ ഡിവൈസുകൾ ചില സമയത്ത് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ ഈ പറഞ്ഞ എൻ്റെ വീട്ടിലെ സ്പീക്കർ തന്നെ ഡിവൈസ് എനിക്ക് കണക്ട് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഈ ഒരു അപ്ഡേഷനിൽ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അടുത്ത വരുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ ബഗ് ഫിക്സ് നമ്മുടെ ആക്സസിബിലിറ്റിയിൽ വോയിസ് ഓവറിലാണ്. ഈ വോയിസ് ഓവർ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ ലാൻഡ് മാർക്കോ അല്ലെങ്കിൽ വെബ് പേജൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സെലക്ഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കോ ആയിരുന്നില്ല ലഭിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ കറക്റ്റായിട്ട് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന അടുത്ത ബഗ് ഫിക്സ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ടൈമിലാണ്. സ്ക്രീൻ ടൈമിലും ആപ്പിൾ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും കറക്റ്റായിട്ടുള്ള സ്ക്രീൻ ടൈം സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ iOS 16.5 ആ ഒരു ബഗ് ഫിക്സും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് സ്ക്രീൻ ടൈം ഇനി എല്ലാ ഡിവൈസിലും സിങ്ക് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് നമുക്കിനി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന ആപ്പിളിൻ്റെ ഈ ഒരു MacOS 13.4 വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ
നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നേരെ ഈ പറയുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെക്യൂരിറ്റി ലിങ്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ MacOS Ventura 13.4 എന്നുണ്ട്, ആ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആക്സസിബിലിറ്റി മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം ഡെസ്ക്ടോപ്പ് സർവീസ്, അതേപോലെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിൾ കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റും അതേപോലെ ആക്സസിബിലിറ്റിയുടെ അപ്ഡേറ്റും ഈ ഒരു കുറച്ച് നാളുകളായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ iOS 17 നമുക്ക് ഈ പറയുന്ന ആക്സസിബിലിറ്റി സെറ്റിങ്സും കുറേയധികം കാര്യങ്ങളും ആപ്പിൾ ഇപ്പോൾ തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആസ് സച്ച് എൻ്റെ ഡിവൈസിൽ അത്യാവശ്യം നല്ല ഡീസൻ്റായ പെർഫോമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വേറൊരു കാര്യത്തിലും ഈ പറയുന്ന ബഗ്ഗോ ലേറ്റൻസിയോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ലൈറ്റ് റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ അഡോബിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ആവുന്നുണ്ട്. ഒരുവിധമായിട്ടുള്ള ലാഗോ ലേറ്റൻസിയോ എനിക്ക് ഈ പറയുന്ന ഡിവൈസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷനോ ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ബാറ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ മിക്കവാറും എൻ്റെ ഡിവൈസ് പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് മാത്രം, ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഡിവൈസ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ 1, 2, 3, 4 ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഒരു ബാറ്ററി ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 99% ആണ് എൻ്റെ മാക്സിമം കപ്പാസിറ്റി. ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് ഓൺ ആണ്. ഈ പറഞ്ഞ ബാറ്ററി കണ്ടീഷനും നോർമലാണ്. വേറെ വിധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും എൻ്റെ ബാറ്ററിക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നീട് തേർമൽ ഇഷ്യൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡിവൈസിൽ ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്തിട്ടും ഇത്ര ഹാർഡ് കോറായ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടും ഇപ്പോൾ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് പോലും എൻ്റെ ഡിവൈസിൽ ഒരു ചൂട് എന്ന് പറഞ്ഞ കാര്യം വരാറില്ല. അത്രയും ഹാർഡ് കോറായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൻ്റെ ചിപ്സെറ്റിൻ്റെ അവിടെ ചെറിയൊരു ചൂട് വരും. അതൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ കൂൾ ഡൗൺ ആവുകയും ചെയ്യും. എനിക്ക് അതിൽ കൂടുതലായിട്ട് വേറെ ഒരു ചൂടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളോ എൻ്റെ ഡിവൈസിൽ തേർമൽ ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന MacOS 13.4 അടിപൊളിയായിട്ടാണ് നമുക്ക് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേയധികം ബഗ് ഫിക്സുകളും കുറേയധികം ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മേലെ കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. Go follow me on Instagram. And thank you so much for watching this whole video. This is Abin, Xavier, signing from Evika.